ഉറപ്പാണ് 2 കോടി. ഓക്കെ, ആ ഉറപ്പാണ് 2 കോടി എന്ന പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യും. റെഡി? യെസ്. അപ്പോൾ ഒരു കാര്യം, നിങ്ങൾക്ക് ഇവിടെ വീട്ടിൽ നിന്ന് പോകുന്നപ്പോഴോ ഒരുപാട് ടെൻഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഒന്ന് റിലാക്സ് ചെയ്തിട്ട് അല്ലേ, ഈ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി ഒരു 30 മിനിറ്റ്. അപ്പോ 2 കോടി നേടാൻ വേണ്ടി പോകുമ്പോ ഇത് ഒരിക്കലും നമ്മള് നേടാത്തൊരു സാധനമാണ്. പെട്ടെന്ന് ഇതിലേക്ക് പോകുമ്പോൾ ഇയാള് ഗുളിക മാറി കഴിച്ചിട്ട് വന്നതാണോന്ന് അറിയില്ല. ആണോ അങ്ങനെ ചിലപ്പല്ലേ തോന്നിയില്ല? അല്ലേ തോന്നി, നീ കയ്യിലെടുത്ത് കറക്റ്റ് തോന്നി. യെസ്. ഇവിടെ നിന്നിപ്പോ സംസാരിച്ചില്ല, കുറെ പേരെന്നെ കൊണ്ടുവന്നില്ല. ഇവർക്കൊക്കെ ഇത് വാങ്ങിച്ചു കൊടുത്തിട്ടപ്പോഴാണ് നമ്മളെ പോയി നടക്കണം. മനസ്സിലായ എന്തൊക്കെ പറഞ്ഞെന്നെ വിളിച്ചെന്ന് മനസ്സിലായ. ഇത് അവർക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ സാധനം വാങ്ങിച്ചു കൊടുത്തപ്പോ എന്തായി? അതായത് ഇവിടെ പല രാഷ്ട്രീയ പ്രമുഖരും ഇലക്ഷൻ സമയത്ത് ഒരുപാട് വാഗ്ദാനങ്ങൾ അല്ലെ. പക്ഷെ ആ വാഗ്ദാനങ്ങൾ കുറച്ച് എന്തുണ്ടാവില്ല, അത് പോകും അല്ലെ. എനിക്കൊരു ചോദിക്കാനുള്ളത്, ഇവിടെ ഇരിക്കുന്നതിന് ഒരു മാസം 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഏൺ ചെയ്യുന്ന എത്ര പേരുണ്ട്? ഒരു മാസം 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ജസ്പേഡിൽ ഉള്ളവരല്ല, പുതിയ ആളുകളോടാണ് ചോദിക്കുന്നത്. അവരൊക്കെ ഇത് കറന്നു പോയത്. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഏൺ ചെയ്യുന്ന എത്ര പേര് കൂട്ടത്തിലുണ്ട്? അറിയാറുണ്ട് അല്ലേ? പക്ഷേ 3 ലക്ഷത്തിന് മുകളിൽ ഏൺ ചെയ്യുന്ന കുറെ ആളുകൾ കേരളക്കാരുണ്ട്. അവരിപ്പോ എവിടെ ഉള്ളതെന്ന് അറിയാം? ജർമ്മനിയിൽ, ഇറ്റലിയിൽ, ശരിയാണല്ലോ അല്ലെ, ദുബായിൽ. അപ്പൊ എന്ത് കേരളത്തിൽ പറ്റാത്ത? എന്തുകൊണ്ടായിരിക്കും? ചോദ്യം ക്ലിയർ ചെയ്യാം. നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആർക്കും എന്തില്ല, 3 ലക്ഷം ഇല്ല. പക്ഷെ ആർക്കുണ്ട്? ഇവിടെ നിന്ന് പ്രീ ഡിഗ്രി കഴിഞ്ഞ് അല്ലെ ഉന്നത വിദ്യാഭ്യാസം നേടി പഠിച്ച കുറെ പേർക്ക് ആ പൈസ കിട്ടുന്നുണ്ട്. എന്തുകൊണ്ട് ഇവിടെ ഇല്ല? ഇവിടെ നിന്ന് പോകുന്നവർക്ക് അതിൽ കഴിവില്ല. ഇവരെന്ത് ചെയ്യും? ജർമ്മനിയിലോ ഇറ്റലിയിലോ പോയിട്ട് അവിടെ പഠിച്ച് വീണ്ടും 1.5-2 വർഷം പഠിക്കുന്നു. എന്നിട്ട് അവിടെ തന്നെ ജോലിക്ക് കയറും. ഇവിടുന്ന് ഫീസ് കൊടുത്തിട്ട് പഠിക്കണേ. 12 ലക്ഷം 25 ലക്ഷം പഠിച്ചിട്ട് അവിടെ പോയി ഇവിടുന്ന് കാശ് കൊണ്ടുപോകും, അവിടെ പഠിക്കും, അവിടെ നിൽക്കും. എന്നിട്ടോ നക്കാപ്പിച്ച വല്ലതും വീട്ടിൽ കഴിച്ചു കൊടുത്തിട്ടുണ്ടായി ആ മകളോ മകനോ പിന്നെന്തില്ല, ചന്ദനത്തോപ്പുകൾ, ഏകദേശം 10 ഏക്കറിൽ 150ഓളം റിസോർട്ടുകൾ, 3000ഓളം ചന്ദനമരങ്ങൾ. 2ാമത്തെ പ്രൊജക്ട്. 3ാമത്തത് നേരത്തെ പറഞ്ഞ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്. ഈ 3 പ്രൊജക്റ്റാണ് ഇപ്പൊ റണ്ണിങ്ങിലുള്ളത്. ഇനി 4ാമത് വരാൻ പോകുന്നതാണ് നമ്മുടെ പ്രധാനമന്ത്രി പ്രസിഡന്റായിട്ടുള്ള CSIR തിരുവനന്തപുരത്ത്. അതിന് തന്നെ 34 പാറ്റന്റുകളുള്ള, ഇന്ന് കേരളത്തിന്റെ ഇന്ത്യയുടെ തന്നെ ഏറ്റവും വലിയ പ്രശ്നമായി മാറിയിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ്. 15 മിനിറ്റ് കൊണ്ട് വേസ്റ്റിന് മണ്ണാക്കി മാറ്റുന്ന ടെക്നോളജി. ഇത് ലോകത്തിന് ഒരു കമ്പനിക്ക് സ്വന്തം. That is just by international. The next project, സ്കൂൾ. നേരത്തെ പറഞ്ഞു കാക്കനാടാണ് സ്കൂളിൽ വരാൻ വേണ്ടി പോകുന്നത്. അടുത്ത വർഷത്തേക്കാണ് ലോഞ്ചിങ് ഉള്ളത്. The next, ഫ്രാഗ്രന്റ് ഹെവൻ, നെടുമ്പാശ്ശേരി. വരാൻ പോകുന്നതിന് വലിയ ടൗൺഷിപ്പാണ്. 100 വില്ല, 500 ഫ്ലാറ്റുകൾ, ഒരു 5 സ്റ്റാർ സ്റ്റാൻഡേർഡ് സിറ്റിസണുള്ള ഒരു ലിവിംഗ് ആണ്. അതോടൊപ്പം തന്നെ 5 സ്റ്റാർ ഹോട്ടൽ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. 26 ഏക്കർ. ദ നെക്സ്റ്റ്, കാലിക്കറ്റ് സമൂന. 2 ടവറിൽ വരുന്ന 500ഓളം ഫ്ലാറ്റ് സമുച്ചയങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് ഇനി ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്. ഏകദേശം 10 എണ്ണം പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് അടുത്ത് പിന്നാലെ വേറെ വരുന്നുണ്ട്. അപ്പോൾ ഒരു എയർപോർട്ടിൽ 3 ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു, 4 എണ്ണം എയർപോർട്ടിൽ എടുക്കേണ്ട ടേക്ക് ഓഫ് ചെയ്യാൻ റെഡി ആയിട്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്തിനാണെന്നറിയാം? ഏകദേശം 25,000 കോടി രൂപയുടെ പ്രൊജക്റ്റുകളാണ് ഈ കൊല്ലം നടപ്പിലാക്കാൻ വേണ്ടി പോണത്. ഞങ്ങള് അതിൽ നിന്ന് 600 കോടി രൂപയാണ് ഈ പുതിയ ബാച്ചിന് വേണ്ടി മാറ്റി വെച്ചത്. 600 കോടി. നേരത്തെ പറഞ്ഞു 2 കോടി രൂപ വെച്ച് 300 ആക്കി. എത്രയും
600 കോടി. അപ്പൊ പ്രൊജക്ട് ഉണ്ട്, കമ്പനിയുടെ എല്ലാം റെഡിയാ. ഇനി ഒരാൾ തയ്യാറായി ഈ പൈസ നിൽക്കുന്നുണ്ടോ? ആരാ ആരാ? ഞാനെന്ന ഞാൻ അല്ലെ? നിങ്ങളാകുന്നു. നിങ്ങൾക്ക് എത്ര വേണം വിധി? ഈ 600 കോടി രൂപ ഇപ്പൊ ചെയ്തെന്ന് അതിൽ നിങ്ങൾക്ക് എത്ര വേണം? അത് മാത്രമേ ചോദ്യമുള്ളൂ. അപ്പൊ അതില് 2026 2 കോടി, 2028 10 കോടി. ഇതാണ് കമ്പനി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതെങ്ങനെയാണെന്നുള്ളത് ആദ്യം 2026 കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ ഇത്രയും പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊക്കെ പറയുമ്പോൾ ഇപ്പൊ കമ്പനി എന്തെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഞാനാരെന്ന് മനസ്സിലായോ? താൻ ആരോ ആണോ ചോദിക്കണ്ടോ? അങ്ങനെ ചോദിക്കണ്ട. ഞാൻ ആരാണെന്ന് തനിക്കറിയില്ല, ഞാൻ പറഞ്ഞത് ഞാനാ. അങ്ങനെയാണോ? ഞാനാണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ചോദ്യം നിങ്ങളാരാ? എനിക്കറിയേണ്ടതിന് നിങ്ങൾ ആരാണെന്നുള്ളത്. ഓക്കെ, എനിക്ക് എല്ലാവരും പരിചയപ്പെടണം നേരില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഞാൻ നിങ്ങളൊന്ന് 4 ആക്കി തിരിക്കാൻ പോകും. ഓക്കെ, ഇതിൽ ഇന്നിരിക്കുന്നവര് ഈ സംഭവത്തിൽ എവിടെയോ നിങ്ങളുണ്ട്. അപ്പൊ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി എഴുതി, പേന ബുക്കൊക്കെ ഉണ്ടല്ലോ, ഒന്ന് എഴുതി വെച്ച് പോയിക്കോട്ടെ. ഇതൊന്ന് എഴുതിയ 4 ഒന്ന് എഴുതി. ഒന്ന് 4 സ്റ്റേജസ് ഉണ്ട് ജീവിതത്തിൽ. ഒന്ന് സ്ട്രഗിളിങ്. ഈ സ്ട്രഗിളിങ് എന്ന് പറഞ്ഞാൽ ജോലിയുണ്ട്, അല്ലെങ്കിൽ ബിസിനസ് ഉണ്ട്, വരുമാനമുണ്ട്, കടത്തിനൊരു കുറവുമില്ല. എങ്ങനെ? വരുമാനമുണ്ട്, ജോലി എന്തൊക്കെയുണ്ട്, പക്ഷെ എന്തുണ്ട്? കടമുണ്ട്. ആ സ്റ്റേജാണ് സ്ട്രഗിളിങ്. 2 ജോലിയോ വരുമാനം ഉണ്ട്, പക്ഷെ കടമില്ല. തട്ടിമുട്ടി എല്ലാ ദിവസവും പോലെ നേരം വെളുക്കുന്നു രാത്രിയാവും. കടമൊന്നുമില്ലാണ്ട് തട്ടിമുട്ടി ജീവിച്ചു സ്റ്റേബിൾ. 3 സക്സസ്. ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും വാങ്ങിക്കാനുള്ള പണമുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സക്സസ്. 4 സിഗ്നിഫിക്കന്റ്. ജീവിതത്തിൽ ആഗ്രഹിച്ചതെല്ലാം വാങ്ങി, ധാരാളം പണം കയ്യിലുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആരാ? യൂസഫ് അലിക്ക്, അംബാനിമാരും, കൊച്ചയൂസഫ് ചിറ്റിലപ്പള്ളി അല്ലെ, ഇവരൊക്കെ ഈ ഗണത്തിൽപ്പെട്ടതാണ്. എങ്കിൽ ഇതിൽ നിങ്ങൾ എവിടെയാ? പറഞ്ഞു, എവിടെയാ? സ്ട്രഗ്ലിംഗ്. ഒരു നാമല്ല കൈ നോക്കി പറഞ്ഞോ. I am a struggling man. I am a struggling girl. I am a struggling boy. അങ്ങനെയാണോ? ഈ കോംപ്ലൈൻ പോയി പറഞ്ഞ പോലെ I am a struggling boy ആണോ? അല്ലേ? ഇത് എന്തുകൊണ്ടാണ് നമ്മൾ സ്ട്രഗിളിങ്ങിലായത്? പഠിക്കണ്ടേ? അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോണത് സ്ട്രഗിളിംഗിൽ നിന്ന് എവിടെ കിടക്കണം? സ്റ്റേബിളിലേക്ക് പോകണം. സ്റ്റേബിളിൽ നിന്ന് സക്സസിലേക്ക് പോകണം. അല്ലേ? ഞങ്ങൾ ഇവിടെ ഒക്കെ തന്നെ ആയിരുന്നു കേട്ടോ. പതുക്കെ കയറി ഇപ്പൊ സക്സസ് നേരെ ഇവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നി എന്തുകൊണ്ട് നിങ്ങളത് പഠിപ്പിച്ചെന്നുകൂടാ. ഓക്കെ, ഇത് യൂസുഫ് അലിക്ക് മറ്റാരും പഠിപ്പിച്ചില്ല. എന്താ കാരണം? എന്തുകൊണ്ട് അവർ പഠിപ്പിച്ചിരുന്നില്ല? ഇവിടെ കോർപ്പറേറ്റ്സിന് വേണ്ടത് തൊഴിലാളികളെയാണ്, മുതലാളിമാരെ അല്ല. ഞാൻ പറഞ്ഞു, ഞങ്ങൾ മൊത്തം ഇന്നോവേഷൻ ആണ്. അപ്പൊ എങ്ങനെ സമ്പന്നത ക്രിയേറ്റ് ചെയ്യാം? ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇതിലെവിടെയുണ്ട്? ഇതില് ചോദിക്കണ്ടല്ലോ അല്ലെ? എത്ര ചെലവുണ്ട്, ബാക്കി എത്രയുണ്ട്? അതിന് വിളിക്കുന്ന പേരാണ് ഓക്കേഷ്. ഷിബു അതിനെ വിളിച്ചോട്ടെ. ഓക്കെ, ഷിബു ചേട്ടാ, ഇപ്പൊ ഒരു വരവുണ്ടെന്നും ചെലവുണ്ട്, ബാക്കി എത്രയുണ്ട്? വരവും ചെലവും കഴിച്ച് ഓക്കേഷ് 0. അശ്വതി 0 അല്ലെ? അപ്പൊ എന്താണ്? ഒരു കാര്യം മനസ്സിലായി, ഓക്കേഷ് 0. വരവും ചെലവും കഴിച്ചിട്ട് ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് എന്തില്ല? ഇങ്ങനെ പറയേണ്ടത്, വരവ് 50,000, ചെലവ് 40,000, ബാക്കി 10,000 രൂപ എന്ത് ചെയ്യാം? ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷെ എന്തില്ല? ഇതില്ല. അപ്പൊ അതുകൊണ്ട് എന്തില്ല? ഇതെന്താ? 0. പക്ഷെ ഒരു സാധനം നല്ലതാ. ഏതാ? ഫിനാൻസിക്ക് ലോൺ എത്രയുണ്ട്? അത് പോസിറ്റീവാ അല്ലെ? അപ്പൊ ഇതാണ് ശരിക്കും 0 ആക്കേണ്ടത്. പക്ഷെ എന്താണ്? 0 ഇത് 2 ക്ലിയർ ആണോ? അപ്പൊ ഇത് ഇങ്ങനെ ആകുമ്പോ ഒരു സംഭവിക്കാൻ ഡേഞ്ചർ എന്താണെന്നറിയോ? ഇത് ഒരു മാസം ഇപ്പോ ശിവചേട്ടന് കിട്ടുന്ന
ആ വരുമാനം കിട്ടിയില്ലെങ്കിൽ അടുത്ത മാസം എങ്ങനെ ജീവിക്കും? ക്ലിയർ ആയി? അശ്വതിക്ക് ജോലി ഉണ്ടാവും, വർക്ക് ചെയ്യുന്നത്. ഒരു മാസം ഇപ്പൊ ചെയ്യേണ്ട ജോലി ഒന്നും ബാക്കിയില്ല. അപ്പൊ ഇപ്പൊ എന്തെങ്കിലും സംഭവിച്ചു, അസുഖം വന്നു, ഒരു മാസം ജോലിക്ക് പോയില്ല, എന്ത് ചെയ്യും? അപ്പോ ഒരു മാസത്തേക്ക് ഇപ്പൊ അശ്വതിക്ക് 25,000 രൂപ വരുമാനമുണ്ട്. ഓക്കെ, അടുത്ത മാസം ജോലിക്ക് പോകാൻ പറ്റിയില്ല. ആ 25,000 രൂപ ഒരു മാസത്തേക്ക് ചെലവാക്കാനുള്ള പൈസ അക്കൗണ്ടിൽ ഇല്ലെങ്കിൽ അശ്വതിനെ വിളിക്കുന്ന പേരാണ് വെന്റിലേറ്റർ. ഇനി ഒരു മാസത്തേക്കുള്ള പൈസ ഉണ്ട് അക്കൗണ്ടിൽ, യു ആർ ഇൻ ICU. ഓക്കെ, ഇനി ഒരു മാസം മുതൽ 3 മാസത്തേക്കുള്ള പൈസ ഉണ്ട്, അപ്പൊ എന്താ? ഡേഞ്ചർ. ഇനി 3 to 6 months സ്റ്റേബിൾ, then 6 to 12 months സ്ട്രോങ്. അപ്പൊ നമുക്ക് എന്താവണം? സ്ട്രോങ് ആവണം. ഓക്കെ, ഇത്ര നേരം കൊണ്ട് എന്ത് മനസ്സിലായി? വേണ്ടില്ല പണ്ടാണ്. എന്താ കാരണം? ഒന്ന് എന്താണ് സ്ട്രഗിളിങ്ങില്ല, 2 ലോ ക്ലാസ്, 3 ഓക്കേഷ് റൺവേ, കേസ് റൺവേ എവിടെ എത്തി? വെന്റിലേറ്റർ. അപ്പൊ 4 കാര്യത്തിൽ ഇപ്പൊ എവിടെ ഉണ്ട്? ഇത് ഒരു തിരിച്ചറിവാണ് അല്ലെ? നമ്മൾ ജീവിതമാകുന്ന ഈ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം ഇത് ഇടിച്ചു നിൽക്കും. അപ്പൊ എന്ത് ചെയ്യണം? നമുക്കിവിടെ എത്രയും പെട്ടെന്ന് സ്ട്രഗിൾ ചെയ്ത് മാറണം. ലോ ക്ലാസ് എന്ന് പറഞ്ഞാൽ മിഡിൽ ആവണം, ഓക്കേഷ് കൂട്ടണം. ഇവിടെ കേസ് റൺവേ എത്രയും പെട്ടെന്ന് സ്ട്രോങ് ആവണം. ഇന്ന് ഈ ഇരിക്കുന്ന നിങ്ങൾ 8 മാസത്തിനുള്ളിൽ ഇതെല്ലാം നിഷ്പ്രയാസം നേടിയെടുക്കാൻ പോകുന്ന ഒരു ലൈഫ് ചേഞ്ചിങ് പ്രോഗ്രാം ആയിരിക്കും. റെഡി? യെസ് യെസ്, ഓക്കെ ഓക്കെ. ഇത് ഒരു ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്ന ടോപ്പിക്കാണ്. പക്ഷേ ഓക്കേഷൻ ഇല്ലാത്ത നിങ്ങൾ എങ്ങനെ ഫീസ് കൊടുത്ത് പഠിപ്പിക്കും? അതുകൊണ്ട് ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു, ഫീസ് ഇല്ലാതെ പഠിപ്പിച്ചിട്ട് നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കി തന്നിട്ട് ഫീസ് വാങ്ങും. അപ്പൊ ഒരു കാര്യം, ഇന്ന് ഇപ്പൊ ഞങ്ങളുടെ 5-8 ലക്ഷം രൂപ ചെലവുണ്ട്. ഇപ്പൊ ആരും പൈസ ഒന്നും തരണ്ട, പക്ഷെ ഇത് കടമാണ്, തിരിച്ചു തന്നേ പറ്റും. ഓക്കെ അമ്മ? ഫീസ് ലാസ്റ്റ് പറയുണ്ടോ? കിട്ടിയിട്ട് മതി, അല്ലാണ്ട് തരരുത്. വേണ്ട, പഠിച്ചിട്ട് വേണ്ട വേണ്ട, കിട്ടിയിട്ട് മതി. ഓക്കെ ഓക്കെ. ശിവജിയുടെ മണിക്ക് തന്റെ ഔദാര്യം വേണ്ട, വേണ്ട. ഉറപ്പായി വിളിച്ചു. ഓക്കെ, ഞാൻ വിളിച്ച് ഔദാര്യം വേണ്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോ ഇങ്ങനെ പറയണത്, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പല പ്രശ്ന യഥാർത്ഥ കാരണം നിങ്ങൾ കഷ്ടപ്പെടാത്തത് കൊണ്ടല്ല. ആണോ? അല്ല. ദെൻ എങ്ങനെ തീരുമാനം എടുക്കണമെന്ന് നമ്മളെ ആരും പഠിപ്പിക്കാത്തത് കൊണ്ടും നമ്മൾ പഠിക്കാത്തത് കൊണ്ടുമാണ്. തെറ്റിപ്പോയത് എവിടെന്നറിയാം? നമ്മൾ 7 വയസ്സ് പോലും, അല്ലെങ്കിൽ 5ാം ക്ലാസ് 5 വയസ്സുള്ള സ്കൂളിൽ കൂടി ചേർത്തി. അന്ന് നമ്മുടെ മാതാപിതാക്കളാണ് ആദ്യം നമ്മളെ പറ്റിച്ചത്. എന്താണെന്നറിയോ? മോനെ മോളെ നല്ലോണം പഠിക്കണല്ലോ, പഠിച്ചിട്ട് വേണം അച്ഛനെ പോലെ ജോലി ചെയ്യണം. അച്ഛനാകെ 25,000 രൂപ ശമ്പളം, അച്ഛനെ പോലെ ജോലി ചെയ്യണം. അപ്പൊ കൊണ്ട് നമ്മളെ മുഖത്ത് കൊടുക്കണായിരുന്നു. അന്ന് കുട്ടിക്ക് അറിവില്ലല്ലോ. എങ്ങനെ? മോനെ മോളെ നീ പഠിച്ചിട്ട് അച്ഛനെ പോലെ ജോലി ചെയ്യണം. എത്ര 25,000 30,000 രൂപ ശമ്പളമുള്ള ജോലി. അന്ന് അമ്മയുടെ ചെകിട്ടത്തിൽ കൊടുക്കാൻ ആരുണ്ടായിരുന്നില്ല. അത് ആ തെറ്റ്, ആ തീരുമാനമാണ് തെറ്റിയത്. അത് പറഞ്ഞു ക്ലിയറായി വരും. അപ്പൊ ഇന്ന് ഈ പുതിയ കാര്യങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കിത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അതിന്റെ യഥാർത്ഥ കാരണം 3 ട്രാപ്പിൽ നമ്മൾ ഈ 25 വയസ്സ് കഴിയുമ്പോൾ പെട്ടുപോകും. അതിൽ ഒന്നാമത്തെ ട്രാപ്പാണ് ആങ്കറിംഗ് ട്രാപ്പ് എന്ന് പറയും. ആങ്കറിംഗ് ട്രാപ്പ് എന്താ? ആങ്കറിംഗ് ട്രാപ്പ് അതായത് നിങ്ങൾ വിശകലനം ചെയ്യപ്പെടുന്ന 2 കൂടി പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? പാസ്റ്റ് എക്സ്പീരിയൻസ് വയ്ക്കും. ഇതേപോലത്തെ കാശ് ഉണ്ടാക്കി തരാൻ വേറൊരു സാധനം ഉണ്ടായിരുന്നല്ലോ, ഇതെന്നെ കൊണ്ട് പറ്റും അല്ലെ? ഇത്തരത്തില് നിങ്ങളുടെ ജീവിതത്തിന്റെ പഴയ കാലങ്ങളുമായിട്ട് നിങ്ങളൊന്ന് എന്ത് ചെയ്യും? ഒന്ന് കണക്ട് ചെയ്യുന്നു. തെറ്റ് അല്ലെ? അപ്പോ ഈ ട്രാപ്പിൽ നിന്ന് നമ്മൾ പുറത്ത് കടക്കണം. പാസ്റ്റ് എക്സ്പീരിയൻസുമായിട്ട് ഒരു കാരണവശാലും കമ്പയർ ചെയ്യരുത്. തെറ്റ്. പാസ്റ്റ് ഇസ് പാസ്റ്റ് അല്ലെ? കഴിഞ്ഞ കാലം മറക്കാനുള്ളതാ, വിട്ടേക്ക്. ഓക്കെ. 2 സ്റ്റാറ്റിസ്റ്റിക്സ്
മെയിൻറ്റെയിനിങ് കറണ്ട് കംഫർട്ട്. അതായത് ഇപ്പോൾ എന്താണോ അത് മതി. കാടാണെങ്കിൽ കാണാം. ഓക്കെ, പുതിയതൊന്നും എനിക്ക് വേണ്ട. പുതിയതായിട്ട് പഠിക്കാനോ റിസ്ക് എടുക്കാനോ ഞാൻ തയ്യാറല്ല. ഇതാണ് സ്റ്റാറ്റസ് ക്വോ ട്രാപ്പ്. ഓക്കെ, ഈ ട്രാപ്പിൽ പെട്ടവരാരും രക്ഷപ്പെടാറില്ല. ഈ ട്രാപ്പിൽ പെട്ടവരും രക്ഷപ്പെടാറില്ല. മൂന്നാമത്തെ ട്രാപ്പാണ് സങ്ക് കോസ്റ്റ് ട്രാപ്പ്. അതായത് സ്റ്റിക്കിംഗ് ടു റോങ് ഡിസിഷൻ. അല്ലെ, ഇപ്പോ അശ്വതി അക്കൗണ്ടന്റ് അല്ലെ, എന്താ ജോലി? അവിടെ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ്, അയ്യോ ജോലി കളയാൻ ഞാൻ തയ്യാറല്ല. സ്റ്റിക്കിംഗ്, എന്ത് തീരുമാനം ആദ്യം എടുത്തിരുന്നോ അതിൽ നിന്ന് ഞാൻ പിന്തിരിയില്ല. ഇപ്പോൾ എന്താണോ അത്. പക്ഷേ ഇപ്പൊ ചെയ്യുന്ന ജോലിയിൽ എവിടെ സ്ട്രഗിളിംഗ്. ഓക്കെ, സീറോ കേസ് റൺവേ വെന്റിലേറ്റർ അല്ലെ. ഒരു കമ്പനിയിൽ ജോലി നേടി അല്ലെ, ഡിസിഷൻ, ജോലിക്ക് പോയി, അത് പ്രവൃത്തിയായി ശീലമായി അതിന്റെ റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പൊ ഇപ്പോഴുള്ള ഡിസിഷനുമായിട്ട് മുന്നോട്ട് പോയാൽ റിസൾട്ട് എന്തായിരിക്കും? ഇപ്പൊ കിട്ടുന്നത് തന്നെ കിട്ടുള്ളൂ അല്ലെ. നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതേ കിട്ടൂ. അപ്പൊ എന്ത് ചെയ്യണം? ഇനി മാറേണ്ടത് തീരുമാനങ്ങളാണ്. നമ്മൾ എന്തോ മണ്ടത്തരങ്ങളാണ് ഇവിടെ എത്തിച്ചത്. ഓക്കെ, ആ മണ്ടത്തരങ്ങൾ ഒന്ന് മാറാൻ നമ്മൾ തയ്യാറാണെങ്കിൽ 2 കോടി സിമ്പിൾ ആയിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോ ഇത്രയും ജസ്റ്റ് ഇപ്പോ 10 മിനിറ്റ് ഞാൻ സംസാരിച്ചു തുടങ്ങിയിട്ട് ഈ 10 മിനിറ്റ് എന്ത് മനസ്സിലായി? ശിവചേട്ടാ 40-45 കൊല്ലം ജീവിക്കണം. പക്ഷെ ഇപ്പോഴെവിടെയാണ്? ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് ടീം ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുത്ത് ഓരോരുത്തർ എവിടെയാണെന്നുള്ളത്. അതായത് ടു ഫുൾഫിൽ മിഡ് ഡ്രീംസ്, നമ്മുടെ മിഡ് ഡ്രീംസ് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ, സ്വപ്നങ്ങളുടെ മിഡ് അല്ല മുഴുവനല്ല മിഡ് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ പ്രതിമാസം 3,33,333 രൂപയാണ് നമ്മൾ ഏൺ ചെയ്യേണ്ടത്. എത്ര കുറവുണ്ട്? എത്ര കുറവുണ്ട്? ഇപ്പോ ക്ലിയർ ആയില്ല. എന്തുകൊണ്ടാണ് പല സ്വപ്നങ്ങളും ബാക്കി വെച്ചേക്കുന്നത്? പ്രതിമാസം നമ്മൾ ഏൺ ചെയ്യേണ്ട എമൗണ്ട് 3,33,333. ഇപ്പൊ കിട്ടുന്നത് അപ്പൊ അത് കുറച്ച് 3,33,000 മൈനസ് ഇപ്പൊ കിട്ടുന്ന എമൗണ്ട് ബാലൻസ് എത്രയുണ്ട്? എത്ര കുറവുണ്ട്? അശ്വതി എത്ര കുറവുണ്ട്? 3,13,000 കുറവേ ഉള്ളൂ. അപ്പൊ 20,000 ശമ്പളം ആലോചിച്ചു അല്ലെ. അപ്പൊ ഈ ഷോർട്ടിൽ പോകണമെങ്കിൽ എന്താ കുഴപ്പമെന്നറിയാം? മക്കൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ നാളെ ആവട്ടെ, പിന്നെ ആവട്ടെ, അടുത്ത ദിവസം ആവട്ടെ എന്ന് പറഞ്ഞ് തള്ളി ലോട്ടറിക്കാരെ പോലെ പോകേണ്ടി വരും അല്ലേ. ശിവചേട്ടാ അങ്ങനത്തെ അല്ല പോണം അല്ലേ. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലത്ത് ഇപ്പോ ശിവചേട്ടനും എത്ര മക്കളാണ്? 2 പേര്. ഇപ്പോ ആൺകുട്ടികളാ? മകൻ എത്ര വയസ്സായി? തീരുമാനം. ഇപ്പോ ശിവചേട്ടനും കോളിച്ച് BMW മേടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് മോൻ ഇട്ടേക്കുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. വന്ന് ജസ്മിനിൽ കാണുമോ? അപ്പൊ ഞാൻ ശിവചേട്ടന്റെ എക്സാമ്പിൾ എടുക്കാണ്ടോ. ശിവചേട്ടൻ ഇപ്പൊ ഏത് വണ്ടി കയ്യില്? വേഗണാറ കയ്യിലുണ്ട്. അപ്പൊ ശിവചേട്ടൻ മോനും കൂടെ ഒരു സിംഗിന് പോകുമ്പോൾ ഒരു വലിയ വീട്, 5000 സ്ക്വയർ ഫീറ്റ് വീട്, കാർ പോർച്ചില് BMW ഇപ്പൊ കൂടി തന്നെ 1.5 കോടിയുടെ 7 സീരീസ് എടുക്കുന്നത്. ഓക്കെ, അപ്പോ മോൻ ചോദിക്കണം, അച്ഛാ എന്താണ് നമ്മൾക്ക് ഈ വേഗനാണ്, എന്തുകൊണ്ടാണ് നമ്മൾക്കൊരു BMW മേടിക്കാൻ പറ്റാതെ? അച്ഛാ എന്ത് ഇത്രയും വലിയ വീടാ അവർക്ക്, നമുക്ക് എന്താ ചെല്ലാതെ? അപ്പൊ ശിവചേട്ടൻ 2 ആൻസർ പറയാം. ഒന്ന്, മോനെ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്നവർക്ക് പേടിക്കാൻ പറ്റിയ കാറ് വേഗനാണ്. മറ്റേ കാറ് മേടിക്കണമെങ്കിൽ എന്ത് വേണം? കള്ളക്കടത്തോ അല്ലെ മോഷണോ നടത്തിയവർക്ക് മാത്രമേ അത് പറ്റുള്ളൂ. മോന്റെ അച്ഛൻ പെർഫെക്റ്റ് അല്ലേ. അപ്പൊ അച്ഛൻ മോൻ എന്ത് ചെയ്തു? അച്ഛൻ സൂപ്പർ, അത് മതി, അത് മതി. പക്ഷേ മോന്റെ മനസ്സിൽ എന്ത് കിട്ടി? പണം ഉണ്ടാക്കുന്നത്, കൂടുതൽ പണം ഉണ്ടാക്കുന്നത് കൊള്ളക്കാരാണ്.
അല്ലേ? അപ്പൊ അവന്റെ മനസ്സെന്തായി? നേരെ താഴേക്ക് പോയി. അതിന് പകരം ശിവു ചേട്ടന് സത്യം പറയാം, മോനെ, മോന്റെ അച്ഛന് BMW മേടിക്കാനുള്ള കാശുണ്ടാക്കാൻ അറിയില്ല മോനെ. ഇങ്ങനെ BMW മേടിക്കാൻ, ആ കാർ മേടിക്കാനുള്ള പണി നിന്റെ അച്ഛൻ അറിയണ, അതല്ലേ പറയണ്ടേ? അപ്പൊ എന്ത് മകന്? അച്ഛാ, അച്ഛനെ വിട്ട് ഞാൻ ചെയ്യാച്ച. അപ്പൊ മകന് ഹീറോ. മറ്റേതെന്തായി? പൈസക്കാരെല്ലാം ചെകുത്താന്മാരാണ്, കള്ളന്മാരാണ്. മോലെ ആ രീതി